സമയം 2 മണിയായി. നട്ടപ്പാർക്ക് ഏതോ കാട്ടിനുള്ളിരിക്കുന്നു. ഷോൾഡറിന്റെ പോർഷനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വേദന. വലിയ പെട്ടില കിടക്കണ എന്തോ കേറിയുണ്ട്. 50,000 രൂപക്ക് പോകത്താം. നടു നിർത്താൻ നിർത്തിയതാണേ. അപ്പൊ നമ്മള് ധനുഷ്കോടി വിട്ടു. ഇനി നേരെ എവിടെ? മധുരയല്ല, കൊടൈക്കനാൽ. മധുരക്കോട്ടെ പോവാന്ന് മാത്രം. പക്ഷെ നമ്മൾ ഇന്ന് എന്തായാലും രാത്രി കൊട പിടിക്കും. കൊട എത്തിയിട്ട് നമ്മൾ വണ്ടി നിർത്തും എന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോ ഒരു 60 കിലോമീറ്റർ അവിടെ നിന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ കൊടയും പിടിക്കാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ റണ്ണിങ് ടൈം എന്തായാലും ഉണ്ട്. നേരെ നിർത്താണ്ട് പോവുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ എത്തില്ല. അപ്പോൾ ഇപ്പൊ തന്നെ സമയം 5 മണി കഴിഞ്ഞ്. 10:30 ആകുമ്പോഴേക്കും കൊടയെ പിടിക്കണം എന്നാണ് വിചാരിക്കണേ. 10:30 അല്ല, 11, 11:30, 12 ആയാലും അവിടെ പോയിട്ട് കടന്നുറങ്ങാന്ന് വിചാരിക്കുന്നത്. അത് പിന്നെ രാവിലെ കുറെ നേരം ഉറങ്ങാലോ. എന്നിട്ട് പതുക്കെ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. പതുക്കെ എന്ന് വെച്ചാൽ പിന്നെ കുടയിലെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങനെ പോകാന്ന് വിചാരിക്കണേ. അപ്പോ എന്തൊക്കെയാവുമെന്ന് അറിയില്ല, ഏതുവരെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഇന്നലെ ഒന്നും എനിക്കൊരു കുഴപ്പം തോന്നിയില്ല. ഇന്ന് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളിതാ കുറച്ചൊരു സ്ഥലത്ത് നിർത്തിയതാ. കുറച്ചു നേരം ഫുഡായിട്ട് ഇരിക്കാം കണ്ടിരുന്നപ്പോ ഇങ്ങനെ കുറച്ചേരം ഇരുന്ന ഇടയ്ക്കിടയ്ക്ക് തന്നെ നിർത്തിയിട്ട് പോവാ. റെസ്റ്റ് ഒക്കെ എടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ദയവ് ചെയ്ത് ഫസ്റ്റ് ടൈം ധനുഷ്കോടി വരുന്ന പോലെ ദയവ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ പോവാതിരിക്കുക. പോയി കഴിഞ്ഞാൽ പണി കിട്ടും. എത്ര വലിയ റൈഡേഴ്സ് ആണെങ്കിലും അവർക്കൊരു ഇടുപ്പ് വേന അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ എന്തായാലും വരാം. ചന്തി അതിനെല്ലാം വരാം. മലയാളത്തിൽ തന്നെ പറപ്പേടിക്കുന്നു. മാക്സിമം നിർത്തി ഇത്ര കിലോമീറ്റർ കൂടുമ്പോൾ നിർത്തി ചായ കുടിച്ച് റെസ്റ്റ് ചെയ്ത് പോവാം. അതൊരു നല്ല കാര്യമായിരിക്കും. ഓക്കെ, നമ്മൾ രാവിലെ ചായ കുടിച്ച അതേ കടയിൽ തന്നെ വീണ്ടും വൈകിട്ട് ചായ കുടിക്കാൻ കയറി. എന്താ കാരണം എന്നറിയോ? ഇവിടുത്തെ ചായ അത്ര അടിപൊളിയായത്. കടിയായിട്ട് നമ്മൾ മുളക് വെച്ച് വിത്ത് ചമ്മന്തില്ല ചട്നി. ചായ വന്നേ. ഇതാണ് ഇവിടുത്തെ ചായ. നല്ല ഫ്ലേവറുടെ ചായ കേട്ടോ. ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ട്. അതുപോലെ പൊടി തന്നെ ഒരു വെറൈറ്റി പൊടി, അത്യാവശ്യം കട്ടിയുമുണ്ട്. എന്താ ചായനെ പറ്റിയ അഭിപ്രായം? നല്ല ചായ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോ കൊടൈ റൂട്ടിലാണ്. അപ്പോ ഒരു ചായ കുടിക്കാൻ നിർത്തിയതാ. സമയം എത്രയാന്ന് അറിയോ? സമയം എത്രയാ? 12 മണി കഴിഞ്ഞു. നമ്മൾ എന്തായാലും 2 മണി കഴിയും. 2 മണി 2:30 എന്തായാലും കൂടെ. ഞാൻ ഇവരുടെ എക്സ്പീരിയൻസ് കേൾപ്പിച്ചാറാട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ബൈക്ക് എക്സ്പീരിയൻസ് നല്ലതൊക്കെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പരമാവധി നിർത്തി കോഫിയൊക്കെ കുടിച്ച് ഇത്ര കിലോമീറ്ററുള്ള ഗ്യാപ്പിലൊക്കെ വിട്ട് പോവുക. എനിക്കിപ്പോഴുള്ള വേദന എന്ന് പറയുന്നത് ഷോൾഡറിന്റെ പോർഷനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വേദന ഉണ്ട്. ഇന്നലെ ഒന്നും വേണ്ടായിരുന്നില്ല. വേറെ വണ്ടി വന്ന് പിള്ളേച്ചൻ പറയും, നീ പറയും പൊന്നു മക്കളെ നടുവൊക്കെ ഇളകിയിരിക്കുകയാണ്. ഇപ്പൊ ഇളക്കി കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി വെക്കാം നടുവ്. എല്ലാരെയും പൊളിഞ്ഞിരിക്കാന്നാ പറയണേ. മാക്സിമം പറയണേ, മാക്സിമം എല്ലാവരും നിന്ന് വരിക. എനിക്ക് അത്രയായിട്ടുള്ളതൊന്നും വരണ്ട. ഒറ്റ സ്ട്രെച്ചിൽ വന്നാൽ തീരുമാനമായി കിട്ടും. അതിലൊന്നും വേറെ ഒന്നും പറയാനില്ല. നമ്മളിന്നേ രാവിലെ മധുരയിന്ന് ഒരു 200 കിലോമീറ്ററോളം അങ്ങോട്ട് ഓടിച്ചു വൺ സൈഡ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഡയറക്റ്റ് കൊടൈ ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. അതായത് 500 കിലോമീറ്ററിന് മുകളിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 500 കിലോമീറ്റർ മുകളിൽ വണ്ടി ഓടിക്കൽ മാത്രമായിരുന്നു പരിപാടി. വല്ലാത്ത കുഴപ്പം തന്നെയല്ലേ. ഞങ്ങളെ സമ്മതിക്കണം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചായ വന്നേ. ചായ കുടിച്ച ഉഷാറാണ്. നമ്മുടെ സ്ഥിരം പരിപാടിയുണ്ട്. ചായ ഒരു പരിപാടി. കൊടൈക്കനാൽ 12:30 ആയി. എപ്പോ എത്തും എന്താവോ? എന്തായാലും നമ്മളിനി മുന്നോട്ടേക്കുള്ള നേരെ നമ്മള് കൊടൈക്കനാലിന് പാലക്കാട് കൊടൈക്കനാലിക്കല്ല പോകുന്നത്. നമ്മളിപ്പോ ധനുഷ്കോടിന്നാ വരുന്നത്. ധനുഷ്കോടിന്ന് നേരെ കൊടൈക്കനാൽ. അയ്യോ ഈ കൊടൈക്കനാല് പോയിട്ട് റൂം സ്റ്റേ, നേരെ റൂം എടുക്കുക, കടന്നുറങ്ങാം. അവസ്ഥ നോക്കണേ ഗൈസ്.
കൂടെ ഒരു രണ്ടെണ്ണം ഉണ്ട്, കൂടെ രണ്ട് വെകളി പിടിച്ച രണ്ട് വെടലകളുണ്ട്. തൂതിയ വഴി കൂടെ പോയി വഴിയും തെറ്റി ഓരൊക്കെ കാട്ടിക്ക് കയറിപ്പോയി. അവരെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങള് പോസ്റ്റ് ഓരോ അംഗം. സമയം 2 മണിയായി. നട്ടപ്പാർക്ക് ഏതോ കാട്ടിനുള്ളിരിക്കുന്നു. ഇതാ വരുന്നു. തെറ്റില്ല, ഞങ്ങള് വഴി ഉണ്ടായിരുന്നു, അത് ശരിക്കും ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. അപ്പൊ ഞങ്ങള് ശരി ഉള്ളിൽ കൂടെ വരാ വെച്ചു. നോക്കുമ്പോ എന്താ ഫുള്ള് ശബ്ദം കേട്ടില്ലേ? ഞങ്ങൾ ചുരം വീണ്ടും തിരിച്ചിറങ്ങുന്നു. എന്താ കാരണം എന്നല്ലേ, ഒരു വെറും തീട്ട കേസ് അല്ലാണ്ട് എന്താ. അയ്യോ അയ്യോ അയ്യ. അപ്പൊ ഞങ്ങള് ഇന്നല്ല റൂം എടുക്കണ്, ഞങ്ങള് നാളെ രാത്രിക്ക് വേണ്ടി റൂം എടുക്കുന്നത്. നമ്മൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താലേ വേറെ വൈബ്. നമ്മുടെ സ്റ്റേ കാണിച്ചു തരട്ടെ. നമുക്ക് നല്ല കിട്ടില്ല സെറ്റപ്പുള്ള സ്റ്റേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. കാണിച്ചു തരാം. നമ്മൾ തങ്കു വലിയ ബെഡിലാണ് കിടക്കണേ. സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടെന്നാ പറയണേ. ആ പവർ സപ്ലൈ, പവറിൻ്റെ ഒക്കെ സ്വിച്ചിൻ്റെ വലിപ്പം നോക്ക്. വലിയ വലിയ സ്വിച്ചുകളാണ് ഇത്. നമുക്ക് കൂട്ടിന് വലിയ കുറേ ആൾക്കാരും കിടക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. നിങ്ങൾ മാനം നോക്കി കിടക്കുക എന്ന് കണ്ടിട്ടുണ്ടോ? അല്ല കേട്ടിട്ടുണ്ടോ? കാണിച്ചുതരാ ഞാൻ. അമ്പിളി അമ്മാവൻ നമ്മളെ നോക്കി ഇരിക്കുന്നുണ്ട്. നമ്മൾ മേലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഇരിക്കല്ല കിടക്കുന്നുണ്ട്. ഏതാലേ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുടയിലാണ് നമ്മൾ. കുട എത്തിയിട്ടോ. നമ്മളിവിടെ എപ്പോഴെത്തിച്ച 4 മണി കഴിഞ്ഞ് ഇവിടെ കുട എത്തിയപ്പോൾ ഫുൾ സംഭവവികാസങ്ങളായിരുന്നു. എന്നിട്ട് റൂമൊക്കെ കിട്ടി സെറ്റായപ്പോഴേക്കും 4:45 കിടന്നപ്പോൾ. ഇപ്പോൾ 11:45 അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കൂപ്പലൊക്കെ ഒന്ന് കറങ്ങി ഒരടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അപ്പോൾ ചെറിയൊരു ബിൽഡിങ്ങാണ്, പക്ഷെ പിന്നെ ഒരു 2 നില ബിൽഡിങ്ങാണ്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ബൈക്ക് പാർക്കിംഗ് ഉള്ളത്. അങ്ങനെയൊക്കെ. ഫുഡും കഴിച്ചിട്ടില്ല. ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നല്ലേ. ഇന്നലെ ഇവിടെ വന്ന് കിടന്നപ്പോഴേക്ക് ഏത് ഭാഗത്തൊക്കെ വേദന എന്നറിയില്ല, എല്ലായിടത്തും വേദനകളായിരുന്നു. രാവിലെ വെച്ചപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ കൂപ്പലിൽ പോകണം, പിന്നെ ചായ കുടിക്കണം, അങ്ങനെയൊക്കെ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും അവിടെ ഒരുമിച്ചാക്കി. ചിക്കൻ റൈസ്, ഇവിടെയും ചിക്കൻ റൈസ് പറഞ്ഞു. എന്താ പറയുക, ചിക്കൻ റൈസ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കുടയിലെ ചിക്കൻ റൈസ്. ടൗണിലുള്ള കടയാണ്. വണ്ടിയിലൊക്കെ എണ്ണ കഴിയണേ. അപ്പൊ എന്തായാലും പമ്പ് പോയിട്ട് എണ്ണ അടിച്ചിട്ട് വേണം പോവാന്, അല്ലെങ്കിൽ പരിപാടി നടക്കില്ല. വഴി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേറെ വള്ളിയാവും. ഇല്ലല്ല, കാറ്റൊന്നും ഇല്ലാന്ന് കുറച്ച് കമന്റ് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇനി അത് പഠിക്കണം. 600 മീറ്റർ ഉള്ളു. നോക്കൂ, ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. ഇതിന്റെ ചുറ്റും സൈക്ലിംഗ് ഉണ്ട്. നമ്മൾ പണ്ട് വന്നവിടെ ഫുള്ള് സൈക്ലിംഗ്. എപ്പോ സൈക്ലിംഗ് പരിപാടിയാ. 50 രൂപ കൊടുത്തായി. 1 മണിക്കൂർ 3/4 മണിക്കൂർ സൈക്കിൾ ഓട്ടാൻ പറ്റും. വൈകിട്ട് നോക്കാം, നമുക്ക് വെറൈറ്റി പിടിക്കാം. പെട്ടെന്ന് വരണം ഇവിടുന്ന്. വീണ്ടും പണി കിട്ടി. ഞങ്ങൾക്ക് എന്താ പറയാ, എല്ലായിടത്തും പണികളാണ്. എന്തോ കേറിയിട്ടുണ്ട്, കാറ്റ് പോകുന്നുണ്ട് കൂടെ. ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ പഞ്ചറോടെ തപ്പണം. എന്ത് പശുക്കളൊക്കെ വെറുതെ കയറച്ചിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോവാം, കൂക്കലോട്ട്.
മോനെ സീൻ ക്ലൈമറ്റ് കൂക്കൽ ലേറ്റ് കൂക്കൽ ഗൈസ്. എന്താ കോട ഇറക്കാൻ തുടങ്ങി. ഗൈസ് നമ്മള് കുക്കിൽ പോണ വഴിയാണ്. അപ്പോൾ ഇവിടെ പളനിമലൈ വ്യൂ പോയിന്റ് അവിടെ ജസ്റ്റ് നിർത്തിയതാണ്. ഇവിടെ കിട്ടില്ല, നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി ചായക്കട, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചാൽ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല നല്ല ക്ലൈമറ്റാണ്. എത്തന്നെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാം, നല്ല വ്യൂവും കാണാം. ഏതാ വൈബല്ലേ. ഒരു ചീഴ്സ് എടുക്കായിരുന്നു. പിടിക്ക്. നല്ല തേണ്ട പ്രശ്നമാണല്ലേ. നല്ല ഒരു വീട്ടിലെ വ്യൂ കാണിച്ചാ. ഞാൻ വന്ന ന്യൂസിലൻഡിലൊന്നും ഇറങ്ങി ചായ കുടിക്കില്ല. നമ്മളങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ പോയേക്കാം. നല്ല സൂപ്പർ ചായ, സൂപ്പർ ക്ലൈമറ്റ്. ഇത് പഴനിമല വ്യൂ പോയിന്റ് പറയുന്നത് താഴെ കാണുമോ? കോടന്മാരെ കാണും. കോടന്മാരെ കാണും. എന്നാ ഈ ജമ്മകാലത്ത് കോടം മാറൂല. പൂമ്പാറ വില്ലേജ്, അതിന്റെ വ്യൂ ആണ് ഈ കാണുന്നേ. എന്ത് കിടിലം വ്യൂ ആണെന്നറിയോ മോനെ. ചിത്രം വരച്ച വെച്ച പോലെ ഉണ്ട് അല്ലേ? ചിത്രം വരച്ച് പെയിന്റ് അടിച്ച പോലെ ഉണ്ട്. ആ കോട ഇറക്കി വരുന്ന കാണാൻ എന്ത് ഭംഗിയാന്നറിയോ മോനെ. അടിപൊളി പൂമ്പാറ വില്ലേജ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോകും. ചേർത്തുമ്പോൾ എടുക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. റോഡൊന്നും പറയാല്ല കേട്ടോ, നല്ല റോഡ്. അതായത് കുറച്ച് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞാൽ കണ്ടെങ്കിലും അല്ലാത്ത ഭാഗങ്ങള് നടപ്പ് നോക്കിയൊക്കെ നല്ല അടിപൊളി റോഡ്. വണ്ടി ഓടിക്കാൻ മക്കളെ പൂക്കാൽ. പൂക്കാലിക്ക് ഇങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ടാ? 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ കൂടി. പൈൻ ഫോറസ്റ്റ് അല്ലേ? പൈനല്ല, അത് വേറെ അല്ലാതെ പൈനിങ്ങനെ അല്ലാതെ പൈനല്ല. ദേവദാരു പൂത്ത കാലം നീ മറന്നുപോ, പ്രിയ ദേവതമാർ ചൂടി മറന്നുപോ. കേളുണ്ടോ? നല്ല വെതർ, ആൽക്കഹോളിക് വെതർ. പലരും പറയും, പക്ഷെ നമ്മൾ ആൽക്കഹോളിക് വെതറിനെ താല്പര്യപ്പെട്ടില്ല. ഫോട്ടോ എടുക്കാൻ പറ്റും മോനെ. എന്താ സീൻ നോക്ക്. നമ്മളീ വാങ്ങണ്ടപ്പോ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട്. അടിപൊളി കേട്ടോ. കാറിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലായിടും നിർത്താനൊന്നും പറ്റില്ലല്ലോ, സ്പേസ് ഉണ്ടാവില്ല. ബൈക്കാകുമ്പോൾ ആ വിഷയമല്ല, നമുക്ക് എവിടെ വേണം നിർത്തി ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളോ എന്താ വെച്ചാൽ എടുക്കാം. താഴേക്ക് താഴേക്ക്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. തങ്കൂടെ ഓഫ് റോഡ് ചെയ്യാൻ പോകുന്നുണ്ട്.
ഇതെന്താ കൂക്കലിലെ മനോഹരമായ സ്ഥലം. കൂക്കലാണേ ഫുള്ള് കോട, എല്ലായിടത്തും കോട. സെറ്റ് ക്ലൈമറ്റ് ഇട്ടും ഒന്നും പറയാല്ല. വിഷ്വൽ കാണിച്ചാലേ എന്താലേ ഒഴുകി നടക്കുന്ന കോട. ഈ താഴെ കൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അടിപൊളി. ആ റോഡ് കാണുന്നില്ല, നേരത്തെ റോഡ് കണ്ടായിരുന്നില്ലേ, ഇപ്പൊ കാണാനേ ഇല്ല, അത്രയും കോട മൂടി. എന്തായാലും നമുക്ക് മറ്റേ വീട് എവിടെയാന്ന് നോക്കുക. എത്ര പെട്ടെന്ന് കോട ഫില്ലായെന്നറിയോ. ഇതാണ് മക്കളെ കൂക്കൽ. കൂക്കൽ എന്ന എന്താ പറയാ പ്രകൃതിയുടെ പണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാരും കൂടി ഒന്നിച്ചു കൂടി കൂകൽ എന്നുള്ള പേര് വന്നു. നമ്മള് മറ്റേ വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ഫുള്ള് കോട ഇറങ്ങിയാണ് അവിടെ. സെറ്റ് ക്ലൈമറ്റ്. നമ്മളിങ്ങനെ ക്ലൈമറ്റ് കിട്ടുന്ന വിചാരിച്ചേ ഇല്ല. മക്കളെ ഇതാണ് മക്കളെ കൂക്കൽ. സമയം ഏകദേശം 4:30. നമ്മുടെ പ്ലാൻ പിന്നെയും മൂഞ്ചി. നമ്മൾ 4 മണിക്ക് തിരിച്ച് കോട്ടയം എത്ര വിചാരിച്ച. പക്ഷെ അതുകൊണ്ട് എന്താ നമുക്ക് ഇത്ര നല്ല വ്യൂ കിട്ടിയില്ലേ, ഇത്ര നല്ല ക്ലൈമറ്റ് കിട്ടിയില്ലേ. ഇതാണ് കൂക്കൽ. കൂക്കലില് ഇതാണ് തോന്നുന്നു നിലക്കുള്ള. പോയി നോക്കാം. ഇവിടെ ഇപ്പൊ അലൗഡ് അല്ലാന്നൊക്കെ പറയണ. അപ്പോ ഞങ്ങളുടെ പിടിപാട് പണമിറുക്കെങ്കിൽ എല്ലാം കിടക്കുമല്ലോ, അപ്പടിയല്ലേ. അതാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. ഞാൻ കാണുന്ന വീടാ തോന്നുന്നു മോനെ. സൈഡ് മാത്രം കാണുന്നുണ്ട്. ഒറ്റ മോനെ 50 രൂപ കൊടുത്താലല്ല. സെറ്റാട്ടോ, ശ്രദ്ധിച്ച് നോക്കണം. കൊക്കെയാണ് ഫുള്ള്. കൂടെ ചെറുതായി മാറി തുടങ്ങി തോന്നുന്നു. അത്യാവശ്യം കയറാൻ കേട്ടോ. ഏകദേശം കോട മാറി തുടങ്ങി മോനെ. സീം വ്യൂ അവിടെ വിചാരം വെച്ചിരിക്കണ്ടില്ലേ. എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചാൽ ഒരു മിനിറ്റ്. നോക്കൂ ഗൈസ്, നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നേ. കാലെങ്ങാനും സ്ലിപ്പായാ വെറുക്കെടുക്കാൻ പോലും കിട്ടില്ല. ആരൊക്കെ ഉണ്ട്? മോനെ ഇതാണ് ഇതിന്റെ മുകളിൽ വ്യൂ കേട്ടോ. ഫുള്ള് കോട മൂടിയ കാരണം ഈ താഴ്ഭാഗമുള്ള കാര്യം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ മൊത്തം കൂടെയാണ് മോനെ. പെട്ടെന്ന് കോട മാറിയിട്ടുണ്ട് മോനെ. ഇടില്ലാം വ്യൂ. കോടന് മാറിയപ്പോ സീ മാറി, കോട മാറിയപ്പോ സീ മാറി.
ഗൈസ് അപ്പോൾ ഇതാണ് കൂക്കലിലെ നമ്മൾ റീൽസിലും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആ മറ്റേ ഉണ്ടോ ഈ വീടൊക്കെ ഉള്ള നല്ല കിടിലം വ്യൂ ഉള്ള ആ ലൊക്കേഷൻ. നമ്മൾ കുറേ നാളായി വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂക്കൽ താഴെ വരെ വന്ന് സമയമില്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റാണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ നമുക്ക് നല്ല കിടിലം ക്ലൈമറ്റും കിട്ടി, ആരുമില്ല നമ്മൾ മാത്രം. അതുകൊണ്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി, അടിപൊളി. നമ്മൾ വന്ന സമയത്ത് ഫുള്ള് കോടയായിരുന്നു. ഇപ്പോൾ കോടയൊക്കെ മാറി നല്ല ക്ലീൻ വ്യൂ ആയിരുന്നു. കിടിലം വ്യൂ പറഞ്ഞാൽ കിടിലം വ്യൂ ആണ്. നമ്മൾ ഈ യാത്രയിൽ നമുക്ക് കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങനെ കുറേ സന്തോഷങ്ങളും വേദനകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ഒരു വല്ലാത്ത 3 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ബൈക്ക് റൈഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല, വേറെ വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.